ഹായ് സുജി സോളൻമണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിന് നല്ലൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ആ പ്രത്യേകത എന്താണെന്ന് ഇപ്പം എൻ്റെ മക്കൾ പറയും കേട്ടോ. ദേവോയ് എന്തിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ? അതെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് അച്ഛൻ വരുവാണ് നാട്ടിൽ നിന്ന് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചായ ഇട്ട് വെക്കുക കേട്ടോ. അപ്പം അവർ വെയിറ്റ് ചെയ്യുക, ഒരു മഞ്ഞ സ്കൂട്ടി വരുന്നുണ്ടോ എന്ന് കാണാൻ വേണ്ടി. കാരണം ഹസ്ബൻഡ് പോയിട്ടുണ്ട് അച്ഛനെ വിളിക്കാൻ വേണ്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഈവനിങ് ആയി കേട്ടോ. അച്ഛന് 30-ാം തീയതിയാണ് തിരിച്ചത്. അപ്പം ഇന്ന് 2-ാം തീയതിയാണ്. അപ്പോൾ 2-ാം തീയതി ഈവനിങ്ങൊക്കെ ആവുമെന്ന് പറഞ്ഞു. പിന്നെ ഡൽഹിയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നും പിന്നെയും ഒരു 4 മണിക്കൂറൊക്കെ യാത്രയുണ്ട്. ഇങ്ങനെ അച്ഛൻ എത്തി കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ഓടിപ്പോവുകയാണ് അപ്പൂപ്പനെ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ ഒരു ഇങ്ങനെ അവർ ഓടിപ്പോകുന്നതും അവരുടെ സ്നേഹപ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ, പണ്ട് ഞാൻ എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും ചെന്നൈയിലായിരുന്നു. അപ്പോൾ അവർ വരാൻ വേണ്ടിയിട്ട് ഞാൻ കേരളത്തിൽ കാത്തിരിക്കുന്ന നിമിഷവും അവരെന്തൊക്കെ കൊണ്ടുവരുന്നു എന്നുള്ള എക്സൈറ്റ്മെൻറ്റും അതൊക്കെയാണ് പെട്ടെന്ന് എനിക്ക് എൻ്റെ കണ്ണിലൂടെ മാഞ്ഞു മറഞ്ഞത് കേട്ടോ. എന്നുവെച്ചാൽ അത്രയ്ക്ക് അപ്പൂപ്പന് വേണ്ടിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ്. കാരണം അവരുടെ വാശികളായാലും അവരുടെ സ്നേഹപ്രകടനങ്ങളായാലും ഒക്കെ സങ്കടങ്ങളായാലും അവർക്ക് കൂടുതലും ബോധിപ്പിക്കാൻ പറ്റുന്നത് അച്ഛനും അമ്മയും ഉണ്ടെങ്കിലും, പക്ഷെ അപ്പൂപ്പനും അമ്മൂമ്മയും കൂടുതലും അത് പരിഗണിക്കും എന്നുള്ള ഒരു ധാരണ അവർക്കുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവർ ഒട്ടും മടിച്ചില്ല, നേരെ ചെന്ന് ബാഗെല്ലാം തുറന്നു കേട്ടോ. എന്തൊക്കെയാണ് സാധനങ്ങൾ അപ്പം കൊണ്ടുവന്നെന്ന് കാണണ്ടേ. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ സന്തോഷം ഓരോന്നും എടുത്ത് കാണിക്കുക എൻ്റെ അടുത്ത്. അമ്മ ഇത് നോക്കെന്നും പറഞ്ഞ് കാണിക്കുക. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് പപ്പടവും പിന്നെ നമ്മുടെ ചമ്പാവരി ഉണ്ടല്ലോ, ചുവന്ന അരി, അതും തേങ്ങയും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങളിവിടെ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങളും കൂടെ പോവുകയാണ് ലീവിന്. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ്. അപ്പോൾ അച്ഛനെയും കൂടെ കൊണ്ടുവന്ന് അച്ഛനെ ഒരു 10 ദിവസം നിർത്തിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് തിരിച്ചു പോകും. അല്ലാതെ നമുക്ക് വീട്ടിലിവിടെ കൊണ്ടുവന്ന് അവരെ ഒറ്റയ്ക്ക് തിരിച്ച് കയറ്റി വിടുമ്പോൾ അത് ഭയങ്കര മാനസികമായിട്ടുള്ള ഒരു വിഷമമാണ്. അങ്ങനെ അവർ സംസാരിച്ചൊക്കെ നിന്നപ്പോഴത്തേക്കും ഞാൻ ചായ ഇട്ട് എല്ലാവർക്കും കൊടുത്തു കേട്ടോ. അങ്ങനെ ചൂട് ചായയൊക്കെ കുടിച്ചു. ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു അപ്പം ഒന്ന് നമുക്ക് ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് എനിക്കുള്ള ചായയും കൂടെ എടുത്തായിരുന്നു. അങ്ങനെ അവർ അപ്പൂപ്പൻ്റെ അടുത്ത് സ്നേഹപ്രകടനങ്ങളും അപ്പൂപ്പൻ്റെ അടുത്ത് വിശേഷങ്ങളും ട്രെയിനിലെ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു. പിന്നെ അവരുടെ സ്കാറ്റിംഗ് ബാഗിനെല്ലാം കൊണ്ടുവന്ന് അവർ ഓരോ സാധനങ്ങൾ അപ്പൂപ്പന് കാണിച്ചു കൊടുക്കുക കേട്ടോ. ഇതൊക്കെയാണ് അച്ഛനും അമ്മയും വാങ്ങി തന്നതാണ്, ഞങ്ങളുടെ സ്കാറ്റിംഗ് ബാഗാന്നൊക്കെ പറഞ്ഞ് അവരുടെ ആ ഒരു സന്തോഷവും അത് അപ്പൂപ്പൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്ന നിമിഷങ്ങളും ഇതൊക്കെ എനിക്ക് വീഡിയോ പകർത്തിക്കൊണ്ടിരുന്നപ്പോഴൊക്കെ എനിക്ക് എൻ്റെ പണ്ടത്തെ കാലം തന്നെയാണ് ഓർമ്മ വന്നത്. ശരി, ഇനി സമയം താമസിച്ചു പോയെന്ന് പറഞ്ഞ് ഞാൻ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ കറിയും വെച്ച് ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും അച്ഛൻ കുളിച്ചു റെഡിയായി, അമ്മയൊക്കെ വിളിച്ചു. ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി കേട്ടോ. പിന്നെ ഇടിയപ്പവുമായി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല.